ഈ നാട്ടിലെ മുഖ്യമന്ത്രിക്ക് ഒന്ന് ഉരിയാടാൻ, ഒന്ന് മൗനം വെടിയാൻ, ഒരു പ്രതികരണം നടത്താൻ മുഖ്യമന്ത്രിക്ക് മനസ്സുണ്ടോ? ഒരു നാടിന്റെ ഭരണാധികാരി ഇത്ര ഹീനമായ, ഇത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിട്ട് അതിനെ ഒന്ന് തള്ളിപ്പറയാൻ, വാക്കുകൊണ്ടെങ്കിലും ഒന്ന് വിമർശിക്കാൻ, ഒരു വരി ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇടാൻ, ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരു വാചകമൊന്ന് പറയാൻ, നിങ്ങൾ പത്രക്കാരെ കണ്ട് ഒരു പ്രതിഷേധമൊന്ന് രേഖപ്പെടുത്താൻ, അതുമല്ലെങ്കിൽ ഈ നാട്ടിലെ ഈ ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് ആ വീട് വരെ ഒന്ന് പോയിട്ട് ആ അമ്മയുടെ അടുത്തൊന്ന് ഇരിക്കാൻ, ആ അച്ഛന്റെ കൈയൊന്ന് പിടിക്കാൻ പിണറായി വിജയന് മനസ്സില്ല. അയാളുടെ മുമ്പിൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. അയാളുടെ മുമ്പിലുള്ള പ്രശ്നം മരപ്പട്ടിയുടെ മൂത്രം അയാളുടെ വെള്ളത്തിലും തുണിയിലും വീഴുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മരപ്പട്ടിയുടെ മൂത്രം വീഴുന്നതിനേക്കാൾ തടയേണ്ടത് മനുഷ്യന്റെ രക്തം ചിന്തുന്നതാണ് എന്ന് പിണറായി വിജയൻ എന്ന ഭരണാധികാരി, ഭരണകൂടത്തിന് എപ്പോഴാണ് തിരിച്ചറിവുണ്ടാവുന്നത്? ഈ സ്വഭാവവും നടപടികളൊക്കെ ഉള്ള ഒരു ഭരണകൂടം വേറെയുണ്ട്. ആ ഭരണകൂടം 56 അവകാശവാദങ്ങളുമായി ഇതുപോലെ പോക്സോ കേസിലെ പ്രതികളെ ഉൾപ്പെടെ സംരക്ഷിച്ചു പിടിക്കാൻ, സാക്ഷി മാലിക്കിനെ പോലെ ഒരു ഒളിമ്പിനെ പോലും തള്ളി പറയാൻ തയ്യാറാവാത്ത ഒരു ഭരണകൂടം അവിടെയുണ്ട്. അതിന്റെ കാർബൺ കോപ്പിയാണ്, അതിന്റെ മലയാള പരിഭാഷയാണ് നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ മലയാള പരിഭാഷയുടെ പേരാണ് പിണറായി വിജയന്റെ ഭരണകൂടം എന്നുള്ളത്. ഈ സംഭവ വികാസങ്ങൾ ഓരോന്നും നമ്മളോട് പറയുന്നുണ്ട്. ഒരു ന്യായീകരണവും ആർക്കും ചമക്കാൻ കഴിയില്ല, ഒരു ജസ്റ്റിഫിക്കേഷനുമില്ല. ഈ ഗുണ്ടാ സംഘങ്ങൾ ഇതിനു മുമ്പും അവിടെ ആൾക്കൂട്ട വിചാരണകൾ നടത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അവരിതിനു മുമ്പും ആളുകളെ മൃതപ്രായരാക്കിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അവരിതിനു മുമ്പും ആളുകളെ വിചാരണ ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അവരിതിനു മുമ്പും ആളുകളെ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കേരളത്തിന്റെ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിന്റെ വേദിയിൽ, നിരാഹാര സമരത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു, അങ്ങനെ ജനാധിപത്യം കടന്നു ചെല്ലാത്ത ഇരുട്ടറകളെ മുഴുവൻ ഇവരുടെ അലിഖിത നിയമത്തിന്റെ വാഴ്ചയിൽ കേരളത്തിലെ കുട്ടികളുടെ ജീവനെടുക്കുന്ന ഇവരുടെ ഇരുട്ടറകളെ നമ്മൾ പൊളിച്ചെടുക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട എന്ന് ഈ സമരവേദിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. രാഹുലും ജബിയും മനോഷിയും നയിക്കുന്ന ഈ സമരം അത് ന്യായത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്, അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. നമ്മൾ കണ്ടു ഈ പോരാട്ടത്തിന് റിസൾട്ടുകൾ ഉണ്ടായി വരുന്നത്. സ്റ്റുഡൻസ് ഡീൻ എന്ന ഓമന പേരിൽ ഒരു ലോക്കൽ കമ്മി അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറയാതിരിക്കാൻ നിർവാഹമില്ല. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നവരല്ല, അവരെ സുരക്ഷ ഉറപ്പുവരുത്തുന്നവരല്ല, ഹോസ്റ്റലിൽ കുട്ടികൾക്കൊപ്പം നിൽക്കുന്നവരല്ല. നേരെ മറിച്ച് എന്താ, എനിക്ക് സെക്യൂരിറ്റി പണിയാണോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. പ്രസിഡന്റ് ഒരു സങ്കടമായുള്ള മുഖത്തില്ല, ഒരു കുറ്റബോധമില്ല. അയാൾക്ക് കേരളത്തിൽ ചിരിക്കുക, എനിക്ക് സെക്യൂരിറ്റി പണിയാണെന്ന് ചോദിച്ചിട്ട് ചിരിക്കുക. 21 വയസ്സുള്ള ഒരു കുട്ടി തന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടിട്ട് വാക്കിലോ പ്രവൃത്തിയിലോ മുഖത്തോ ഒരു പ്രയാസമെങ്കിലും അനുഭവപ്പെടാത്ത ക്രൂരന്മാർ ഈ ക്യാമ്പസുകളിൽ ഇവരുടെ രാഷ്ട്രീയ അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുമ്പോ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നമുക്ക് ജീവനുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. പോലീസിനെ പറ്റിയും ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയന്റെ പോലീസ്, ആ പിണറായി വിജയൻ അടിമപ്പണി ചെയ്താലെങ്കിലും ശമ്പളം കിട്ടുമോ നോക്കാൻ വേണ്ടിയാണ് കോരമംഗലത്ത് മാത്യു കൊഴുനാടിനെയും മുഹമ്മദ് സിയാസിന്റെയും നേരെ ഈ അതിക്രമം കാണിച്ചത്. ഈ കുട്ടിക്ക് 10-18 മുറിവുകൾ ഉണ്ടായിട്ട്, അവന്റെ നെഞ്ചിലും വയറ്റിലും നെറ്റിയിലും മുഖത്തും നിരവധി മുറിവുകൾ ഉണ്ടായിട്ട് ഈ പോലീസ് എന്ത് നടപടിയെടുത്തു? അവർ നമ്മളുടെ കാര്യങ്ങൾ അറിയിച്ചോ? ഇത് കേവലം ഒരു ആത്മഹത്യയല്ല എന്നുള്ള കാര്യം പോലും അവർ മറച്ചുവെച്ചു. അതേസമയം ഒരു ജനകീയ സമരത്തിന് ഇറങ്ങിയ ആളുകളുടെ കാര്യം വരുമ്പോ അവരൊക്കെ അറസ്റ്റ് ചെയ്യാൻ തിടുക്കമാണ്. സിദ്ധാർത്ഥന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിന് സ്ലോ മോഷൻ. മാത്യു കുഴൽനാടിനെയും സിയാസിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുലർച്ചെ വീട്ടിൽ അറസ്റ്റ് ചെയ്യുമ്പോ അപ്പൊ പോലീസിന് ഫാസ്റ്റ് ഫോർവേഡ്. പോലീസിനോട് ഒരു കാര്യം പറയുന്നു, ഖജനാവെന്ന് ശമ്പളം കിട്ടുന്ന കാര്യം തന്നെ സംശയമാണ്. ഇനി ശമ്പളം വാങ്ങണമെങ്കിൽ AKG സെന്ററിലെ റെഡ് വളണ്ടിയർ പണിയെടുക്കണം. കാക്കിയിട്ടിട്ട് CPM ഗുണ്ടകളുടെ പണിയെടുത്താൽ ഞങ്ങൾ പ്രതിഷേധിക്കും, പ്രതിരോധിക്കും എന്ന കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. അങ്ങനെ ഒരു ഭരണകൂടത്തിന്റെയും ഒരു രാജാവിന്റെയും മുമ്പിൽ മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരുത്തരെ ഒട്ട് പേടിക്കുന്നുമില്ല. പറയേണ്ടത് പറയും, ചോദ്യം ചെയ്യേണ്ടത് ചോദിക്കും, തെരുവിൽ സമരം നടത്തേണ്ടപ്പോൾ നടത്തും, തടയേണ്ടപ്പോൾ തടയും. ഒരു സംശയം നിങ്ങൾക്ക് ആ കാര്യത്തിനും വേണ്ട. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും KSUം
ഈ പ്രസ്ഥാനവും ഒരുമിച്ച് പറയുന്നു, ഈ ഭരണത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന സകല പേക്കൂത്തുകളെയും ഞങ്ങൾ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്തിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രസിഡന്റ് ഇപ്പോ ഒരു അന്വേഷണ സമിതിയെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഇവർ കൊടുത്തിരിക്കുന്ന സമയം 3 മാസം. അണ്ണാ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അങ്ങ് വെച്ചാൽ മതിയായിരുന്നു. അതാണല്ലോ നിങ്ങളുടെ പ്രശ്നം. അതാണല്ലോ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. ഇത്തരം ക്രൂരമായ ഒരു കൊലപാതകം നടന്ന് ഈ സമരം മുഴുവൻ നടത്തി പ്രഷറും ചെലുത്തിയിട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് തന്നാൽ മതി എന്നുള്ളത്. എന്തായാലും ഈ ദുർഭരണത്തെ അതിന് കെട്ടുകെട്ടിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. വനാതിർത്തിയിൽ പോയാൽ ആന കൊല്ലും, നാട്ടിലാണെങ്കിൽ നാട്ടാന കൊല്ലാൻ വരുന്നു, അല്ലെങ്കിൽ കാട്ടുപോത്ത് കൊല്ലാൻ വരുന്നു, പുറത്താണെങ്കിൽ പോലീസിന്റെ ഗുണ്ടായിസം. കുട്ടിയെ പഠിക്കാൻ വിട്ടാൽ നമ്മുടെ SFIയും നാട്ടിലെ ജീവിതം ദുസ്സഹമാക്കിയ ഈ ഭരണകൂടത്തെ അതിനെ നമ്മൾ ചോദ്യം ചെയ്യും. ഈ സമരവേദിയിൽ വന്ന മുഴുവൻ ആളുകൾക്കും സമരാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സമരഭടന്മാരോട്, പ്രിയപ്പെട്ട രാഹുലും ജബി മലേഷ്യ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ സമരത്തിന്, ഈ പോരാട്ടത്തിന് മനസാക്ഷിയുള്ള മുഴുവൻ മലയാളികളുടെയും പിന്തുണ നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട.